സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിൽ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇടത് സർക്കാരിൽ നിന്നും കോർപ്പറേഷനെ മോചിപ്പിക്കാൻ ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെയാണ് അനന്തപുരിയുടെ മണ്ണിൽ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇതിനകം നിരവധി യുവ സ്ഥാനാർത്ഥികളെയും മുതിർന്ന സ്ഥാനാർത്ഥികളെയും വനിതാ സ്ഥാനാർത്ഥികളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. വെട്ടുകാട് വാർഡിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടിൻഡു സെബാസ്റ്റ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെട്ടുകാട് വാർഡ് തിരിച്ചുപിടിക്കുന്നതിനാണ് ടിൻഡുവിനെ പോലെ നാടറിയുന്ന പെൺകരുത്തിനെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി തന്നെ തേടിയെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ അതീവ സന്തോഷത്തിലാണ് ടിൻഡു സെബാസ്റ്റ്യനും. ഏറെ പ്രതീക്ഷയോടെയും ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയുമാണ് തന്റെ കന്നി അംഗത്തിനായി ടിൻഡു സെബാസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ബ്ലോക്ക് തല കമ്മിറ്റിയിലും കോർ കമ്മിറ്റിയിലും ടിൻഡു സെബാസ്റ്റ്യന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരമാണ് വെട്ടുകാട് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ടിൻഡുവിനെ തിരഞ്ഞെടുത്തത്. പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്ന തന്നോടൊപ്പം എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നാണ് ടിൻഡു പറയുന്നത്. നാട്ടിലെ പച്ചയായ മനുഷ്യരുടെ കൂടെ താൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ടിൻഡുവിന് ജനങ്ങളോട് പറയാനുള്ളത്. കുടുംബപരമായി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ടിൻഡുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ടിൻഡു പറയുന്നത്. മുൻ പ്രവർത്തന പരിചയമുള്ളവരെ ഒഴിവാക്കിയാണ് വെട്ടുകാട് വാർഡിൽ ടിൻഡുവിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് തീരുമാനിച്ചതെന്നത് ശ്രദ്ധേയമാണ്. പൊതുവെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് അനുസരിച്ച് പാർട്ടിയെ നോക്കിയല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്, സ്ഥാനാർത്ഥികളെ നോക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിലേക്ക് എത്താനും ജനങ്ങൾക്കായി പ്രവർത്തിക്കാനും കഴിയുന്ന ടിൻഡുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നിലവിൽ വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമാണ് ടിൻഡു. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം, മാലിന്യ പ്രശ്നങ്ങൾ, പണിതീരാത്ത റോഡ് എന്നീ വിഷയങ്ങളാണ് പ്രചാരണത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. വേളി, മാധവപുരം, കൊച്ചുവേളി തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വെട്ടുകാട് വാർഡിൽ ഇതുവരെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വികസനങ്ങളും എത്തിയിട്ടില്ല. ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി ഇടറോഡുകൾ ഈ വാർഡിൽ ഇപ്പോഴുമുണ്ട്. അവിടേക്കൊന്നും ഇതുവരെ LDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ വികസനങ്ങൾ എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല എന്നതാണ് വാസ്തവം. വേളി ശംഖുമുഖ റോഡിലാണ് ടിൻഡു താമസിക്കുന്നത്. ഇവിടെ സ്ഥിരം വെള്ളക്കെട്ടാണെന്നാണ് ടിൻഡു പറയുന്നത്. പലതവണ പരാതി നൽകിയിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇവിടെ ഓവുചാൽ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അത് വെറും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള കോർപ്പറേഷന്റെ കാട്ടിക്കുട്ടലുകൾ മാത്രമാണെന്നാണ് ജനങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആക്ഷേപം. മാധവപുരം, രാജീവ് നഗർ, ബാലാനഗർ എന്നീ ഭാഗങ്ങളിലെ റോഡുകളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ കോർപ്പറേഷൻ ഭരണത്തിലും വാർഡ് ഭരണത്തിലും ജനങ്ങൾ ഒട്ടും തൃപ്തരല്ലെന്നാണ് ടിൻഡു പറയുന്നത്. മാത്രമല്ല, വെട്ടുകാട് വാർഡിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടിട്ടില്ല എന്നതും ടിൻഡു സെബാസ്റ്റ്യന്റെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ശശി തരൂർ MP പോലും ലഭിക്കാത്ത ജനസ്വീകാര്യത ടിൻഡുവിനുണ്ടെന്നും അഭിപ്രായമുള്ളവരുണ്ട്. നിലവിൽ അത്ര കണ്ട് പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലായിരുന്ന ടിൻഡു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വാർഡ് തലത്തിൽ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തന തലത്തിലും സജീവമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുന്ന ടിൻഡു കൗൺസിലറായാൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുമെന്നും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി തന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റി കാണിക്കുമെന്നും പറയുന്നു. അത് തന്നെയാണ് സത്യത്തിൽ വേണ്ടതും. ഇടത് സർക്കാരിന്റെ ദുർഭരണവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വാർഡ് തലത്തിലും പൊതു തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതിനാലാണ് വാർഡ് തലത്തിൽ ശക്തരും നേതൃത്വപാഠവുമുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിയ തിരുവനന്തപുരം കോർപ്പറേഷനെ വീണ്ടെടുക്കാനായി കോൺഗ്രസും മുതിർന്ന നേതാക്കളും ഒപ്പം ടിൻഡുവിനെ പോലുള്ള ശക്തരായ സ്ഥാനാർത്ഥികളും രംഗത്തുള്ളപ്പോൾ LDF BJP സഖ്യത്തിന് അടിതെറ്റുമെന്നതിൽ സംശയം വേണ്ട. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ഇതിനെ നേരിടാൻ CJP സഖ്യത്തിന് കഴിയുമോ എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.